നമസ്തേ. ഭീകരവാദത്തിന് മതമുണ്ട്. ആ മതം ഇതുവരെ ഭീകരവാദികളെ തള്ളിപ്പറഞ്ഞിട്ടില്ല. പകരം അവർക്ക് വേണ്ട പ്രത്യേക പ്രാർത്ഥന നടത്തുന്നു, മയ്യത്ത് നിസ്കാരം നടത്തുന്നു. അപ്പോൾ പിന്നെ മതം തന്നെയാണ് വിഷയം. എത്ര തീവ്രവാദികളെ നിങ്ങൾക്ക് അടിച്ചൊതുക്കാനാവും മനുഷ്യരെ? ഈ പൈശാചിക മതവും ഗ്രന്ഥവും ആശയവും എത്ര കാലം നിലനിൽക്കുന്നുവോ അത്ര കാലവും പുതിയ പുതിയ തീവ്രവാദികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിമാരകമായ അധ്യയനങ്ങൾ കുഞ്ഞുനാളിലെ വായിച്ചും പഠിച്ചും തലയിൽ കയറിയും മസ്തിഷ്കം തീവ്രവാദത്തിലേക്ക് പാകപ്പെട്ടു പോയ ഭീകരർ സോംബികളെ പോലെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനിയെങ്കിലും കണ്ണു തുറക്കുക. ഒരിക്കലെങ്കിലും ഒന്ന് ആലോചിക്കുക. എന്തുകൊണ്ട് ലോകം മുഴുവനും ഓരോ രാജ്യങ്ങളിലും തീവ്രവാദികൾ പാവം മനുഷ്യരെ കൊന്നൊടുക്കുന്നു? എന്താണ് പ്രചോദനം? ഒരാളല്ല, ഒരു നാട്ടിലല്ല, പല പേർ, പല നാടുകൾ, എല്ലായിടത്തും ചാവേറുകൾ. ബോധമുണ്ടെങ്കിൽ ഇനിയെങ്കിലും ചിന്തിക്കുക. ലോകത്തിന്റെ പല കോണുകളിലുള്ള പലതരം മനുഷ്യരെ ഒരേപോലുള്ള തീവ്രവാദികളാക്കുന്ന യുണീക്ക് ആശയം എന്താണ്? സ്വയം അന്വേഷണം നമ്മൾ തുടങ്ങുക. മനസ്സിലാക്കുക. ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കുക. തോക്ക് നമുക്ക് നേരെ തിരിയുന്നതിന് മുൻപേ. ഈ പ്രാകൃത പൈശാചിക ആശയങ്ങൾക്കും പാർട്ടി വ്യവസ്ഥയ്ക്കും വിശ്വാസ പ്രമാണങ്ങൾക്കും എതിരെയാവണം നമ്മുടെ സമരം. തീവ്രവാദം പഠിപ്പിക്കുവാൻ അനുവദിക്കരുത്. തീവ്രവാദ ആശയങ്ങൾ പഠിപ്പിക്കുന്നത് തടയുക.